സുഹൃത്തുക്കളെ പ്രമോദ് വരുന്നതുകൊണ്ടാണ്. ഞാൻ വന്നതേ ഇന്നലെ ഇത് മുത്തുകുളം എന്ന് പറഞ്ഞ സ്ഥലം മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് ഭാഗമായിട്ട് വരും, റിസർവോയറിൻ്റെ ബാക്ക്. അപ്പോൾ ഇന്നലെ ഒരു പയ്യൻ ഈ സ്ഥലത്ത് വന്ന്, ഈ സ്ഥലമല്ല ഇതിൻ്റെ വേറൊരു കരയാണ്, ആ കരയിൽ വെച്ചിട്ട് വെള്ളത്തിലിറങ്ങി മരണപ്പെട്ടു. അതിൻ്റെ ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതുണ്ടോ, ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ്, അടിപൊളി വ്യൂ എല്ലാം ഉണ്ട്. വെള്ളത്തിലേക്ക് ഇതാ വെള്ളത്തിൻ്റെ അടിയൊക്കെ കാണാം. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ പോലും കുറച്ച് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ ഈ ഉള്ള കാറ്റല്ല, നല്ല കാറ്റ് വരും. ആ കാറ്റ് നമ്മളെ വലിച്ചുകൊണ്ടുപോയിട്ട് ഇവിടെ ഇങ്ങനെ ഇതാ ഈ തിരമാല വരുന്നതിനനുസരിച്ച് അടിയിലത്തെ മണ്ണ് നീങ്ങിപ്പോയി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിലേക്ക് ഇങ്ങനെ പുഴകൾ വന്ന് ചേരുന്നുണ്ട്. ആ പുഴകൾ വന്ന് ചേർന്നിടത്തൊക്കെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ കാണില്ല. നമ്മൾ ഇറങ്ങിപ്പോയിട്ട് കുഴിയിൽ പെടുന്നത് ഒരു വിഷയം. രണ്ടാമത് നല്ല ചതുപ്പാണ്, ചളിയാണ്. അപ്പോൾ അവിടുന്ന് കയറിപ്പോരാൻ കഴിയില്ല. ഈ കാറ്റും കൂടി വന്നാൽ അതിൽ ഇറങ്ങി പോവുകയാണ്. പിന്നെ മരണമല്ലാതെ ഏത് നീന്തലുകാരനായിട്ടും കാര്യമില്ല. പിന്നെ അതിൻ്റെ ഒരു വിഷയം എന്താണെങ്കിൽ, ഇവിടുത്തെ ഒരു ആളുകളും, ഇപ്പം ഞാൻ ഇവിടെ പെരിന്തൽമണ്ണക്കാരനാണെങ്കിൽ പോലും ഇവിടെ 8 വർഷമായി. ഈ 8 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുത്തെ ഈ മീൻ പിടിക്കാൻ പോണ ആളുകൾ ട്യൂബിട്ടിട്ട് ഇറങ്ങിപ്പോണതല്ലാതെ ഇവിടുത്തെ ഒരാളുകളും ഈ ഡാമിൻ്റെ റിസർവോയറിൽ ഇറങ്ങിയിട്ട് കാണാറില്ല. പിന്നെ ഇതുണ്ടല്ലേ, ഇതേപോലെ ചിത്രം വരയ്ക്കാം, വണ്ടികൾ കൊണ്ടുവന്നിട്ട് ചിത്രം വരയ്ക്കുക. ഇതേപോലെ വന്നു കണ്ടു ആളുകൾ. നല്ല ഇപ്പോൾ അവരുമായിട്ട് പരിചയപ്പെട്ടു. എറണാകുളംകാരാണ്, നല്ല നീറ്റായ ടൂറിസ്റ്റുകൾ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ അതിലിറങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങുന്നത് ഡേഞ്ചറാണ്, ഇന്നലെ ഒരാൾ മരണപ്പെട്ടിട്ടുള്ളൂ പറഞ്ഞു. അവരത് ഉൾക്കൊണ്ടു. പല ആൾക്കാരും ഇത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എന്താ ഇറങ്ങിയാൽ ഇവിടെ പിന്നെ വെള്ളം അത്രയ്ക്കല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇറങ്ങിയ നിങ്ങൾക്ക് കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ വരുന്നതിനോ എനിക്ക് വണ്ടി ഇറക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ പോലും ഇറങ്ങി കണ്ടു, പ്രകൃതി ആസ്വദിച്ചു പോയി. ഒരു കുഴപ്പമില്ല. ഇതുണ്ടോ, ബൈക്കായാലും അതുപോലെ കാറുകളാണെങ്കിലും കൊണ്ടുവന്ന് ഈ റൗണ്ട് ചെയ്യുക, റീൽസ് ഇടുക, ചെയ്യണത്. ഇവിടെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ, ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടാകും. ആ ബോട്ട് സർവീസ് പോലും ഈ കുടിവെള്ളത്തിൽ ആണ്. ഈ വെള്ളം പാലക്കാട്ടുകാരെ കുടിവെള്ളമാണ്. ആ കുടിവെള്ളത്തിന് നശീകരണം വരും, മാലിന്യം കലരും എന്നുള്ളത് കൊണ്ട് ബോട്ട് പോലും നിരോധിച്ച സ്ഥലമാണ്. മനസ്സിലായോ? അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ അക്രമം കാട്ടുന്നത്. പിന്നെ ചില യൂട്യൂബർമാർ വന്ന് വീഡിയോ യൂട്യൂബിലുണ്ട്. അവൻ കൊണ്ടുവന്ന് അവൻ്റെ അഹങ്കാരമാണ്, ഒരു ടാറ് ജീപ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മറിച്ചിടുക. അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഫണ്ടല്ല എന്ന് ഉറപ്പാണ്. നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഫണ്ടും കൊണ്ട് ഒരുത്തനും ഒരു ജീപ്പോ അല്ലെങ്കിൽ ഒരു കാറോ കൊണ്ടുവന്ന് മറിച്ചിടാൻ കഴിയില്ല. തെമ്മാടിത്തം കാട്ടണതിനൊരു പരിധിയുണ്ട്. ആരായിക്കോട്ടെ, ആരുടെ മക്കളായാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ തണ്ടിച്ച പൈസ കൊണ്ട് ആരും ഒരു വണ്ടി കൊണ്ടൊന്ന് മറിച്ചിടില്ല, ഇങ്ങനെ തെമ്മാടിത്തം കാട്ടില്ല. ഒരു ഇതുണ്ടോ, ഇത് സിന്തറ്റിക് ട്രാക്കിൽ 200 മീറ്ററിൻ്റെ ട്രാക്കൊന്നല്ല. ഇതൊക്കെ ആളുകൾ കൊണ്ടുവന്നിട്ട് തെമ്മാടിത്തം കാട്ടുന്നതാണ്. ഇത്രയും വിശാലമായ പ്രകൃതിയാണ്. ഇതിന് കാശ്മീരിൽ പോവൊന്നും വേണ്ട,
മലമ്പുഴ ഡാമിൻ്റെ തെക്കേ മലമ്പുഴ ഭാഗത്ത് ഇത് മുത്തുകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ ഒരു പ്രകൃതി. അപ്പോൾ അത് നമുക്ക് എവിടേക്കും പോകണ്ട. പക്ഷേ ഇവിടെ നശിപ്പിക്കുകയാണ്. കുട്ടികളെ ഡയപ്രം കൊണ്ടുവന്നിടുക, അതുപോലെ മദ്യപിച്ചിട്ട് ആ കുപ്പികൾ ഇവിടെ ഇടുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുക. അവ സ്വന്തം വീട്ടിലാണെങ്കിൽ ചെയ്യും. അത് മാത്രം നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. സ്വന്തം ഒരു സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോയാൽ അത് സ്വന്തം വീട് പോലെയാണ് എന്ന് കണക്കൂട്ടിയാൽ അതൊന്നും ചെയ്യില്ല. അവനവൻ്റെ വീട്ടിൽ അടുത്ത കാട്ടണില്ലല്ലോ. അപ്പോൾ ഇവിടെ കുപ്പിച്ചില്ല് പൊട്ടിച്ച് വലിച്ചെറിയുക. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് അതൊരു ശല്യമാണ്. കാരണം നാട്ടുകാർ ചെരുപ്പിട്ടിട്ടല്ല ഇവിടെ മീൻ പിടിക്കാൻ പോണത്. അപ്പോൾ അവർക്കത് കാലിൽ കുത്തുകയാണ്. അവൻ കാലാകാലം അത് അനുഭവിക്കുകയാണ്. ദുരിതമാണ് അനുഭവിക്കണത്. അത് ആര് ചെയ്ത് വേറെ ഇവിടുന്ന് വന്ന വൃത്തികെട്ട ടൂറിസ്റ്റുകൾ ചെയ്യണം. അപ്പം ഇതിനൊരു മാറ്റം വേണ്ടേ? അതിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡാമിൻ്റെ രണ്ട് സൈഡിലും 2 റോഡിലും ബാരിക്കേഡ് വെച്ച് പഞ്ചായത്ത് അവിടെ ഒരു ഹരിതകർമ്മസേനേനെ വെച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഡയപ്രം പോലെയുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കണം. എന്നിട്ട് അവർ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാം. മറ്റേ വാൾപ്പാറയിലൊക്കെ ചെയ്യണത് പോലെ. അതാണ് വേണ്ടത്. ദേശാടന പക്ഷികളാണ്. പലതരം കൊറ്റികളുണ്ട്, അതേപോലെ പരുന്തുകളുണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് വന്ന പക്ഷികളാട്ടോ. എവിടെ നോക്കിയാലും ഈ ബിയർ കുപ്പികളാണ്, അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ. ഇത്തരം മാലിന്യങ്ങൾ വലിച്ചെറിയണതിന്, അതായത് പ്രകൃതിയെ നശിപ്പിക്കുന്ന ആളുകളെ യാതൊരു കാരണവശാലും പുറത്തേക്ക് വിടരുത്, റിമാൻഡ് ചെയ്യണം. ഇപ്പം ദുബായിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പുറത്തു കൂടെ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ കഴിയില്ല. അപ്പോൾ അവരെ പിടിച്ച് റിമാൻഡ് ചെയ്യണം. അതിന് ജാമ്യം കൊടുക്കരുത്. ഈ പ്രകൃതിയെ നശിപ്പിക്കലാണ് പിന്നെ ഒരു കൊലപാതകത്തിനെക്കാട്ടിലും വലിയ ക്രൂരതയാണ് പ്രകൃതിയെ നശിപ്പിക്കൽ. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ റിസോർട്ടുണ്ട്, അശോക റിസോർട്ട്, മയിലാടിപ്പുഴയ്ക്കടുത്താണ്. ആ മയിലാടിപ്പുഴയിൽ വരുന്ന മാലിന്യങ്ങൾ, ഡയപ്രം, അതേപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അത് ഇടയ്ക്കിടയ്ക്ക് പെറുക്കി മാറ്റലാണ് എൻ്റെയൊക്കെ പണി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അവിടെ വലിയൊരു ഡ്രം വെച്ചിട്ടുണ്ട്. ആ ഡ്രം ഹരിതകർമ്മസേന വന്ന് കൊണ്ടുപോവുക. ഫുള്ളാവും, ഇടയ്ക്കിടയ്ക്ക് ഫുള്ളാവും. അത് ഈ പിന്നെ പുഴയിലത്തെ മാലിന്യങ്ങൾ പെറുക്കിയിട്ടാണ്. ഇപ്പോൾ എത്ര കുപ്പികളാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്ത് കൊടുത്തതെന്ന് തന്നെ കാണുന്നതെന്ന് അറിയോ? അപ്പോൾ ഇതിനൊരു മാറ്റം വേണ്ടേ? വാൾപ്പാറ മോഡൽ മലമ്പുഴ ആക്കിയേ പറ്റൂ, അല്ലെങ്കിൽ മലമ്പുഴ നശിക്കും. പിന്നെ ടൂറിസ്റ്റുകൾ ഇന്നടക്കം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് ആ പയ്യൻ മരണപ്പെട്ടത്. അവിടെ ഇന്ന് പോലും അവിടെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പോലീസോ അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പൊന്നല്ല വേണ്ടത്. ഇതേപോലെയല്ല വീഡിയോ ഇട്ടിട്ട് ആളുകളേക്ക് ബോധവൽക്കരണം നടത്തിയേ പറ്റൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോർഡുകൾ സ്ഥാപിക്കണം. ഇടയ്ക്കിടയ്ക്ക് പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാല്ലേ കുപ്പത്തൊട്ടികൾ ഉണ്ടാക്കണം, സജ്ജീകരിച്ചേ പറ്റൂ. കണ്ടില്ല കുപ്പി? ഇതൊക്കെ പുഴയിലാണ്. നമ്മൾ കുടിക്കണ കുടിവെള്ളമാണ്. പാലക്കാട്ടുകാരെ കുടിവെള്ളത്തിലാണ് ഈ കൊണ്ടുവന്നിടുന്നത്. ഈ നാട്ടുകാർക്ക് തന്നെ ഇതിൽ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യും? ഇപ്പം ഇന്ന് ഞാൻ കണ്ടത്, ഞങ്ങളൊക്കെ കളിക്കാൻ പോണ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് കൊണ്ടുവന്ന് ജീപ്പ് റൗണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ കളി മുടങ്ങിന്ന്. ഇതാണ് സ്ഥിതി. എന്തിനാണ് നിങ്ങൾ ഈ ജനങ്ങളെ ഉപദ്രവിക്കുന്നത്? അത് ഈ ഭാഗത്ത്, ഈ മലമ്പുഴ ഡാമിൻ്റെ പ്രദേശത്ത് 35 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള പ്രദേശത്തിലെ ആളുകൾ വളരെ നിഷ്കളങ്കരാണ്. ആ നിഷ്കളങ്കരായ ആളുകളെ നിങ്ങളെന്തിനു ഉപദ്രവിക്കാൻ വരണത്? നിങ്ങൾ ടൂറിസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങളെ കൊണ്ടുവരാനൊക്കെ തന്നെയാണ് ഇത്തരം വീഡിയോകൾ ഇടുന്നത്. നിങ്ങൾ വന്ന് നിങ്ങളൊരു ചായ കുടിച്ചു പോയാൽ അതിൻ്റെ ഗുണം ഈ നാട്ടുകാർക്കാണ്. പക്ഷേ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറയണുള്ളൂ. മദ്യപിക്കാനായിട്ട് വരരുത്.
ഇനി മദ്യപിക്കാനായിട്ട് വന്നു കുടിച്ചു, അതൊരു ശല്യം ഇല്ലാതെ കൊണ്ടുപോയി അവനവൻ്റെ സാധനങ്ങൾ കുപ്പിയും സാധനങ്ങളും തിരിച്ച് അതേ വണ്ടിയിലിട്ട് കൊണ്ടുപോയാൽ അത് നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തിട്ട് അത് വിറ്റ് കാശായിക്കോളെ. ആ പൈസ ഇങ്ങൾക്ക് തന്നെയല്ലേ കിട്ടുന്നത്. എന്തിനാണ് അത് ഈ പുഴയിലും തോട്ടിലും കാട്ടിലും വലിച്ചെറിയണത്? പിന്നെ ഇവിടുത്തെ ഒരു കാട്ടിലും നിങ്ങൾ പിന്നെ സുഹൃത്തുക്കളെ കയറിപ്പോവരുത്. ഇവിടെ ആന ഉണ്ട്, കടുവണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. പുറത്തുനിന്ന് ഒരാൾ വന്ന് കാട്ടിൽ പോയി പെട്ട് മരണപ്പെട്ട ഒരു ചില്ലിക്കാശ് കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ നീന്താനും കാട്ടിൽ പോവാനും അതിൻ്റെ സാഹസികതയൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയും നിങ്ങൾക്കൊന്നും കഴിയാത്തതാണ് ഞങ്ങൾ ചെയ്യണത്. ഞങ്ങളൊക്കെ അതൊക്കെ ചെയ്തത് തന്നെയാണ്, അതിനൊന്നും ഒരു തർക്കമല്ല. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വേണം. ആ പരിധി വിട്ടിട്ട് പോയാൽ നഷ്ടം നമ്മളെ കുടുംബത്തിനാണ്. അത് മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥനയാണ്.